അനിയത്തിന്റെ കൂടെ ഒളിച്ചോടി രാത്രിയായപ്പോൾ അത് തിരിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള തീട്ട കേസുകളൊക്കെ 2-3 വീഡിയോ ആയിട്ട് കാറിലും പറമ്പിലും ഒക്കെ ഇരുന്നിട്ട് പല ആളുകളും ഇങ്ങനെ ഘോരം പ്രസംഗിക്കും. അഷ്കർ ടെക്കി ചൂണ്ടിക്കാണിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഐ പേഴ്സണലി ആക്സെപ്റ്റ്. ഓക്കെ, ചില മനുഷ്യരുണ്ട് ചുമ്മാ ഇരുന്നാൽ മതി, കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ കഴിഞ്ഞകാല വീഡിയോകളൊക്കെ എടുത്തിട്ട് കോടയും, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എയറിലാണെങ്കിൽ എയർ കയറ്റിക്കൊണ്ടേയിരിക്കും. അതിലൊരു വ്യക്തിയാണ് ഫീക്കട്ടേൻ്റെ സായി കൃഷ്ണ. അദ്ദേഹം ഇങ്ങനെ ഏറിപ്പോകുന്ന സർവ്വസാധാരണയായിരുന്നു ഏറിപ്പോകുന്നത്. എനിക്ക് തോന്നുന്നു അല്പം കൂടിയത് ഇപ്പം ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഏറിപ്പോക്ക് അല്പം കൂടുതൽ. അത് അദ്ദേഹത്തെ സംബന്ധിച്ചതൊരു ശീലമായി മാറിയിട്ടുണ്ട്. സായി കൃഷ്ണ ഫീക്കട്ടേനെ ഇഷ്ടമാണ് പൊതുവെ എല്ലാവർക്കും, പക്ഷേ അദ്ദേഹത്തിന് ഏറിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കും ഇപ്പോഴത്തെ രീതികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ചിലരെങ്കിലും പറയുന്നത്. പക്ഷേ നമ്മൾ ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പം അത് മാറ്റി പറയല്ലേ, മനുഷ്യനല്ലേ, വാക്ക് മാറ്റുപടിയേ. അതിന് പുള്ളി ഇങ്ങനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആദ്യമേ ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് ഞാൻ പറയാം. അഷ്കർ ടെക്കി അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കാണാനിടയായി. അദ്ദേഹം നമ്മുടെ കുറച്ച് കാര്യങ്ങൾ, ആനപ്രേമികളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആനയുടെ കാര്യങ്ങൾ വളരെ കഷ്ടമാണ്. കാരണം ആനയെ പിടിച്ചുകൊണ്ട് വന്ന് വെള്ളമില്ല കാട്ടിൽ, ആ സമയത്ത് കാട്ടിൽ നിന്ന് ആന നാട്ടിലേക്ക് വന്ന് മനുഷ്യനെ കൊല്ലുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാട്, എല്ലാ കാര്യങ്ങളും പറയണമല്ലോ, കാടെല്ലാം അടിച്ചു പൊട്ടിച്ച് അവിടെ എല്ലാം റിസോർട്ടും താമസക്കാരും ഒക്കെ ആയി. അപ്പോൾ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ലാത്ത കൊണ്ടാണ് അവർ നാട് തിരക്കി ഇറങ്ങുന്നത്. നാട് കയറി ഇറക്കുമ്പോൾ അവരുടെ പാതയിൽ വരുന്ന എല്ലാവരെയും തച്ചുടക്കുക എന്ന് പറയുന്നത് വെപ്രാളം കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ മനുഷ്യ ജീവജനങ്ങളൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടു പോകുന്നു. അത് നമുക്ക് വിഷമമുള്ള ഒരു കാര്യമാണ്. മനുഷ്യർ മരിക്കപ്പോകുന്നു. അതിന് എതിരായിട്ട് ഹർത്താലൊക്കെ നടത്തിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ വേറെ ഒരു കൂട്ടരുണ്ട്, കാട്ടിൽ നിന്ന് ആനയെ പിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഉത്സവത്തിനും ഏത് ഫങ്ഷൻ ഉണ്ടെങ്കിലും അവിടെ എല്ലാം ആനയെ പ്രദർശിപ്പിക്കുക, ആൾക്കാരെ കൂട്ടുക, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് ചൂട് സമയത്താണ്. ചൂട് സമയത്തെന്ന് പറയുമ്പം ആനയും മനുഷ്യനും എല്ലാം ആകെപ്പാടെ വെപ്രാളത്തിൽ നിൽക്കുക. ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ആനയൊക്കെ എഴുന്നള്ളത്ത് നിൽക്കുമ്പോൾ 2-3 മണിക്കൂർ നിന്ന് കഴിയുമ്പം ആകെപ്പാടെ അത് ബോറടിക്കും. നമുക്ക് തന്നെയാണ് ബോറടിക്കത്തില്ലേ. അപ്പോൾ ആ ബോറടിക്കുമ്പം കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങളാണ് ഈ മതം. അതുപോലെ തന്നെ ഉത്സവ സീസണെ സംബന്ധിച്ച് ഈ ആന ഉടമകളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവർ കൊടുത്ത കാശ് മുതലാക്കുക എന്നുള്ളതാണ്. അപ്പം മതപ്പാടൊന്നും വരുന്നതൊന്നും അവർ സാധാരണ പറയാറില്ല. അത് മിക്കവാറും ജനങ്ങളുടെ മണ്ടയ്ക്കായിരിക്കും. ഉത്സവ സീസണിൽ ആന ഉണ്ടെങ്കിൽ അവിടെ ആൾക്കാർ കൂടും. പ്രത്യേകിച്ച് ആനയും പടക്കം പൊട്ടിയിട്ടും വെടിക്കെട്ടുമാണ് ഉത്സവപ്രേമികളുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. ആന എത്ര എണ്ണം കൂട്ടാം എന്ന് വെച്ച് എത്ര എണ്ണം കൂട്ടാം എന്ന രീതിയിലാണ് ആഘോഷത്തിന് പ്രൗഢി കൂടുന്നത്. ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിനിടെ ഞാൻ ഈ ആനയുടെ കാര്യം പറയാൻ വേണ്ടി പറയുന്നില്ല. ഈ ആനയുടെ കാര്യം പറയുമ്പോഴേ ഭയങ്കര പ്രശ്നമുണ്ട്. ഈ ആനപ്രേമികൾ എന്ന് പറയുന്ന വ്യക്തികൾ തന്നെ പ്രശ്നം ഉണ്ടാകാം. ഏതായാലും അഷ്കർ ടെക്കിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായി. ആദ്യമേ തുടക്കം അവിടെയാണ്. നമുക്കതൊന്ന് കാണാം. ആനപ്രേമി എന്ന് പറഞ്ഞ് നടക്കുന്നത്, ഇതിനൊന്നും പ്രതികരിക്കുന്നതായിട്ട് ഇവിടെ ഉള്ള ഒരൊറ്റ ഇൻഫ്ലുവൻസർമാരെയും കണ്ടിട്ടില്ല. ഇവർക്കൊക്കെ കിട്ടുന്ന ടോപ്പിക്കുകൾ എന്താണെന്ന് വെച്ചാൽ അനിയത്തിൻ്റെ കൂടെ ഒളിച്ചോടി രാത്രിയായപ്പോൾ അത് തിരിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള തീട്ട കേസുകളൊക്കെ 2-3 വീഡിയോ ആയിട്ട് കാറിലും പറമ്പിലും ഒക്കെ ഇരുന്നിട്ട് പല ആളുകളും ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നത് കാണാം. ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റൂല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവർ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് ആനനെ കൊണ്ടുപോയിട്ട് ആനക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സ്മാരും ഉണ്ട്. അപ്പം ഈ കാറ് എന്ന് കേട്ട് കഴിയുമ്പോൾ കാറിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ആദ്യത്തെ മുഖം നമുക്ക് തെളിഞ്ഞു വരുന്നത് നമ്മുടെ ഫീക്കട്ടേൻ്റെ. അദ്ദേഹം അല്ലാതെ ഒത്തിരി പേര് കാറിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത്, പ്രമുഖനായ യൂട്യൂബർ കാറിലും പറമ്പിലും ഒക്കെ. അത് എന്നെ മാത്രം ഉദ്ദേശിച്ച എന്ന് ഫീക്കട്ടേനെ കരുതിയിരുന്ന തെറ്റെന്ന് പറയാനില്ല. കാരണം കിക്ക് എന്ന് പറയുന്ന സംഘടന, അപ്പോൾ ആ സംഘടനയുടെ സെക്രട്ടറിയും കൂടാണ് ഈ സായി കൃഷ്ണ. ഈ കിക്കിനെ ഞാൻ പറയാനുള്ള കാരണം, ആദ്യമായിട്ട് ഒരു സംഘടനയിൽ ആനയ്ക്ക് അംഗത്വം കൊടുക്കുന്നത് കിക്ക് എന്ന് പറയുന്ന സംഘടനയിലാണ്. കിക്ക് എന്നല്ലേ എൻ്റെ പേര്.
അപ്പോൾ ആ സംഘടനയിലേക്ക് അംഗത്വം കൊടുക്കാൻ വേണ്ടി ഒരു ഓഡിറ്റോറിയത്തിൽ ആള് തിങ്ങി നിന്ന ജനക്കൂട്ടത്തിനിടയിൽ ഒരു ആന വരുന്നു. കാവേരി എന്ന് പറയുന്ന ഒരു ആനയാണ്, ഞാൻ ആ ചാനൽ കണ്ടിട്ടില്ല. കാവേരി എന്ന് പറയുന്ന ആനയ്ക്കാണ് ഈ കിക്ക് എന്ന് പറയുന്ന സംഘടനയിൽ സായി കൃഷ്ണ സെക്രട്ടറിയും കാദർ കരിപ്പൊടിയാണെന്ന് തോന്നുന്നു പ്രസിഡന്റ്, ആ സംഘടനയിലേക്ക് ആന കടന്നു വരുന്നത്. അതിൻ്റെ വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഈ അഷ്കർ തന്നെ ഇതിനെപ്പറ്റി വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഏതായാലും അന്നത്തെ വീഡിയോ ഇപ്പം ഞാൻ കാണാനിടയായി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. മെമ്പർഷിപ്പ് വാങ്ങിക്കാനായിട്ട് ആന വരുവാണ്. സംഘടനയുടെ തലപ്പത്ത് ഒരു തെറ്റും പറ്റാത്തവരാണ് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിട്ടിരിക്കുന്നത്. അവർ പലരെയും വിമർശിക്കും, പ്രത്യേകിച്ച് നമ്മളെല്ലാവരെയും വിമർശിക്കും. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു കാരണം എന്ന് പറയുന്നത് എല്ലാവരും വിമർശിക്കാൻ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ തെറ്റുകൾ ആരെങ്കിലും വിമർശിച്ചാൽ അതിനെ അസഹിഷ്ണുതയോട് നേരിടുക എന്നുള്ളതാണ് നമ്മുടെ രീതി, അല്ലേ? പ്രത്യേകിച്ച് അതിപ്പം ഏതായാലും സായി കൃഷ്ണയ്ക്കാണ് ഈ പണി കൊടുത്തത് എന്ന് വ്യക്തമാണ്. സായി കൃഷ്ണ സെക്രട്ടറി ആയിരുന്ന സംഘടനയിലാണ് ഈ ആനയ്ക്ക് അംഗത്വം കൊടുത്തത്. അപ്പോൾ ഇത് ഇത്രമേൽ വിമർശിക്കാൻ കാരണം എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഴയ വാക്കുണ്ട്. പഴയ വാക്കും ചാക്കും ഒരുപോലാണെന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു സംസാര രീതിയുണ്ട്. അതുപോലെയാണ് തോന്നി. സായി കൃഷ്ണയുടെ പഴയ വാക്കും ചാക്കും ഒരുപോലാണ് എന്നൊരു തോന്നലുണ്ടായി. രണ്ടിനും ഊട്ടയാണ്. അപ്പോൾ ഏതായാലും സായി കൃഷ്ണ ആനകൾക്കെതിരായിട്ട് ആനയെ ഈ ജനക്കൂട്ടത്തിനിടയിലേക്ക് കൊണ്ടുവരുന്നവർക്കെതിരെ നിശ്ചിതമായ വിമർശനവുമായിട്ടൊരു വീഡിയോ പണ്ടിട്ടിരുന്നു. അതിപ്പം വൈറല്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ആണെങ്കിൽ ഈ അഷ്കർ ടെക്കി പറഞ്ഞതും സായി കൃഷ്ണ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓൾറെഡി അറിയാം, ഇപ്പൊ ഈ ഉത്സവങ്ങളുടെ സീസൺ, മിക്കവാറും ഉത്സവങ്ങളുടെ സീസൺ എന്ന് പറയുമ്പോൾ ഈ ചൂടുകാലത്തായിരിക്കും. ഒന്നാമതേ ചൂട്, അതിന്റെ പുറമെ വലിയൊരു ആൾക്കൂട്ടം, ശബ്ദം, ആനകൾക്ക് അല്ലെങ്കിൽ കൈകെട്ട അവസ്ഥയാവും ഉണ്ടാവുക. ഓൾറെഡി പല കേസുകൾ കഴിഞ്ഞ 1.5-2 മാസത്തിനിടയിൽ പല സ്ഥലങ്ങളിൽ നിന്നായി പല കേസുകൾ വന്നിട്ടുണ്ട്. ആന ഇറങ്ങതും ആളുകളെ തട്ടിയിടും, അങ്ങനെ പല കേസുകളായിട്ട്. ഇന്നലെ തന്നെ ഏതൊരു അച്ഛനും കുട്ടി ആനയുടെ അടുത്ത് പണം കൊടുക്കാൻ പോയിട്ട് കുട്ടിയുടെ ആനയുടെ വലിച്ചെറിഞ്ഞു. അങ്ങനെ നിരവധി കേസുകൾ വരുന്നുണ്ട്. കഴിഞ്ഞാൽ സായി കൃഷ്ണ ഏറിപ്പോകാൻ വേറെ കാരണമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഏതായാലും സായി കൃഷ്ണ പഴയതുപോലെ ബഹുദൂരം അതിവേഗം എയറിലേക്ക് പോകുന്നുണ്ട്. അപ്പം അഷ്കർ ടെക്കിക്ക് അനുകൂലമായ വീഡിയോകളാണ് പലതും കമൻറ്റായിട്ടും ഒക്കെ വരുന്നത്. പിന്നെ അഷ്കർ ടെക്കി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഈ ആനയെപ്പറ്റി പലരും വീഡിയോ ഇട്ട് കണ്ടില്ല. ആരാണ്ട് ഒരാൾ ആ വീഡിയോ എൻ്റെ ആയിരിക്കണമെന്ന്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആനയെപ്പറ്റി. ആന പകയുന്നു, ആന ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത്. പക്ഷേ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിനകത്ത് വരുന്നത് കൊണ്ട് നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ആ വാൺ കിട്ടിയപ്പോഴത്തേക്കും നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയുകയായിരുന്നു ചെയ്തത്. കാരണം ആനയുമായിട്ട് ഈ പ്രത്യേകിച്ച് ഈ ആന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നിടത്തൊക്കെ എന്താ പറയുന്നത്, ആന ഈ മനുഷ്യനെ കൊല്ലുക, ആന ബഹളം വെക്കുക എന്നൊന്നും നമുക്ക് ആ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഈ യൂട്യൂബിൻ്റെ ചില പോളിസികൾക്കെതിരാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ആനയെപ്പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് തീരത്തില്ല. ആന നമുക്ക് ഇഷ്ടമുള്ളൊരു ജീവിയാണ്. പക്ഷെ ആനയെ സംബന്ധിച്ചൊന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആന സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നി. ചങ്ങലയൊക്കെ ഇട്ട് ചില ആനയുടെയൊക്കെ കാലിലേക്ക് വ്രണം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും. അതിനിടയിൽ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ആനയെക്കാട്ടിലും കഷ്ടമാണ് മനുഷ്യർ. ഇപ്പം മദ്യപിക്കുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ആഘോഷങ്ങളിൽ മദ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണല്ലോ. അപ്പം ആനയുടെ കൂടെ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളൊന്നും പറയാം. അതുപോലെ ഈ സംഘാടകർക്ക്, ഈ ഉത്സവങ്ങൾ നടക്കുന്ന സംഘാടകർക്ക് ഒരു നിർബന്ധമുണ്ട്. ഈ ആൾക്കൂട്ടം കൂടിക്കഴിയുമ്പോഴേ ഈ ആനയെ കൊണ്ടുവരുത്തും. ആനയെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പൊടിയും അതിൻ്റെ കൂടെ മൂട്ടി പടക്കവും പൊട്ടിക്കും. പണ്ടാണെങ്കിൽ ആവശ്യം സ്ഥലം ഉണ്ടായിരുന്നു, അങ്ങ് ദൂരെയായിരുന്നു. അന്നൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പോകുമ്പോൾ പറയുന്ന കേൾക്കാം, 200 മീറ്റർ അകലെ മാറി നിൽക്കണം എന്നൊക്കെ മൈക്കിനകത്തൂടെയൊക്കെ വിളിക്കുമായിരുന്നു. പരമാവധി അകലത്തിൽ പ്രാപിച്ച് ദൂരെ നിന്നായിരുന്നു നമ്മൾ പടക്കം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ നടയിലാണെങ്കിൽ നമ്മൾ ആ ശബ്ദം മാത്രമേ കേൾക്കാവുള്ളൂ. അതുപോലെ ദൂരെ നിന്നും അത് പരമാവധി ഒഴിഞ്ഞു നിൽക്കാനാണ് ശ്രമിച്ചത്. ഇപ്പം അങ്ങനൊന്നുമില്ല, സ്ഥലമില്ല. അതുകൊണ്ട് മൂട്ടിലൊക്കെ ഇട്ടാണ് പൊട്ടിക്കുന്നത്. എവിടെ പടക്കം പൊട്ടുന്നത്, എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല. കഴിഞ്ഞ ദിവസം പടക്കം പൊട്ടിച്ചാണ് ആന വരേണ്ടതെന്നും പറയുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ
ആനയെ കൊണ്ട് നിൽക്കുക, നേരത്തെ ഞാൻ പറഞ്ഞ മണിക്കൂറുകളോളം നിൽക്കുക, അതിനകപ്പാടെ പ്രശ്നമാവും. പിന്നെ ബോധമുള്ള നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നു, പിന്നെ ആനയുടെ കാര്യം ഇല്ലേ. ആനയ്ക്ക് എനിക്ക് തോന്നുന്നു മനുഷ്യനേക്കാളിലും ബോധമുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഇതിനെതിരായിട്ട് ഇത് എല്ലാം ഈ വീഡിയോകളൊക്കെ വരുമ്പം നമ്മളെ സായി കൃഷ്ണ എന്ത് പറയുന്നതെന്നാണ് കേൾക്കണമല്ലോ. പ്രത്യേകിച്ച് പുള്ളിയല്ലേ എല്ലാ കാര്യത്തിനും ഏറിപ്പോകുന്നത്. അപ്പം കിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയ്ക്ക് മെമ്പർഷിപ്പ് കൊടുത്തതിനെ പറ്റിയും അതുപോലെ തൻ്റെ പഴയ വാക്കുകളും ഒക്കെ വൈറലാകുമ്പോൾ നമ്മുടെ സായി ഏതായാലും ഏറി തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അഷ്കർ ടെക്കി ചൂണ്ടിക്കാണിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഐ പേഴ്സണലി ആക്സെപ്റ്റ്. ഓക്കെ, ഞാൻ പിന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഘടന കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന സംഘടനയുടെ സെക്രട്ടറിയാണ്. നമ്മുടെ ഒരു ഇവൻറ്റിലാണ് നമ്മളെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ശ്രദ്ധക്കുറവുണ്ടായിട്ടുള്ളത്. അത് നമ്മളെ ഇവൻറ്റിന് വന്ന കാവേരി എന്നു പേരുള്ള ആന, ഫീമെയിൽ എലിഫൻറ്റ്, ആ ആന നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് നമ്മൾ ആക്ച്വലി നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാം കറക്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സെക്യൂരിറ്റീസും പ്രൊവൈഡ് ചെയ്ത്, ലൈറ്റ് ഡിം ചെയ്ത്, സൗണ്ട് കുറച്ച്, നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ സൈഡിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ആ ഒരു കാര്യം അങ്ങനെ സംഭവിച്ചത്. ബട്ട് അതൊരു എന്താ പറയുക, നമ്മൾ വന്ന് ന്യായീകരിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ നമ്മൾ വന്നിരുന്നിട്ട് ഇനി അതിനൊരു എക്സ്പ്ലനേഷൻ തരുന്ന കാര്യമോ അങ്ങനെയൊന്നുമില്ല. അഷ്കർ ടെക്കി ചൂണ്ടിക്കാണിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. അത് 100% ഞാൻ പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യുന്നു. സംഘടനയുടെ സെക്രട്ടറി എന്നുള്ള രീതിയിലും അതും ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ കാര്യത്തിൽ സായിയെ ഞാൻ അഭിനന്ദിക്കുക. തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കൂ, തെറ്റുപറ്റിപ്പോയി, ഇനി ഇത് ഞങ്ങൾ ആവർത്തിക്കത്തില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ്, അത് തന്നെ വലിയ കാര്യമല്ലേ. ഏതായാലും ഈ വീഡിയോ സായി ഏറിക്ക് പോയി എന്നതിന് തുല്യമാണ് ആയതുകൊണ്ടാണ് ഈ അഷ്കറിനെതിരെ മറുപടിയായിട്ട് സായിക്ക് വരേണ്ടി വന്നത്. കാരണം പലരും സായിയെ വിളിച്ച് പറഞ്ഞു കാണാം. ഏതായാലും ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് സായി കൃഷ്ണയുടെ അവസ്ഥ. കാരണം ബിഗ് ബോസിൽ പോകണ്ടെന്ന് പുള്ളി ഇപ്പം തോന്നുകയായിരിക്കും അല്ലേ. അപ്പം നെഗറ്റീവും ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് കൊണ്ടും പബ്ലിസിറ്റി കിട്ടും. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. സായിയും അതിൻ്റെ പോലെ കിക്ക് എന്ന് പറയുന്ന സംഘടനയും ബഹുദൂരം വളരെ വേഗം മുന്നേറട്ടെ എന്ന് അറിയിക്കാം. പക്ഷേ ഈ വിഷയം എടുത്ത് കാണിച്ചതിൽ അഷ്കറിനെയും നമുക്ക് അഭിനന്ദിച്ചേ പറ്റും. അഷ്കർ പറയുന്നതെല്ലാം കൃത്യമായ കാര്യമാണ്. അഷ്കറിൻ്റെ വീഡിയോയും ഞാൻ കണ്ടു, അത് വളരെയധികം ഇഷ്ടപ്പെട്ടു, എനിക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഈ ഉത്സവ സീസണിലൊക്കെ ആനയെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അത് വിശാലമായ പറമ്പുകളും ഒക്കെ കിടക്കുന്നിടത്താണ് ഈ ആനയെ കൊണ്ടുവരുന്നത്. അവിടെ ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും ഓടി രക്ഷപ്പെടാം. ഈ ഓഡിറ്റോറിയത്തേക്ക് ആന എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലേ? എങ്ങോട്ട് ഓടും, എങ്ങോട്ട് രക്ഷപ്പെടും? അത് വലിയൊരു അപകടത്തിലേക്ക് വന്നേനെ. ഏതായാലും തെറ്റ് പറ്റിപ്പോയി എന്ന് തുറന്ന് സമ്മതിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.